കടുത്ത വൈദ്യുതി പ്രതിസന്ധി നേരിടുന്ന സംസ്ഥാന സർക്കാരിന് ആശ്വാസം നൽകുന്ന പദ്ധതിയാണ് കൊച്ചിൻ അന്താരാഷ്ട്ര വിമാനത്താവളം തയ്യാറെടുക്കുന്നത്. ലോകത്താദ്യമായി സോളാർ ഊർജ്ജത്തിലൂടെ പൂർണ്ണമായും വൈദ്യുതിവൽക്കരിച്ച വിമാനത്താവളം എന്ന നേട്ടം കൈവരിച്ചതിന് പിന്നാലെയാണ് ജലവൈദ്യുത ഉൽപ്പാദന മേഖലയിലേക്കും സിയാൽ കടക്കുന്നത്. കോഴിക്കോട് അരിപ്പാറയിൽ 3 മാസത്തിനുള്ളിൽ സജ്ജമാക്കാൻ കഴിയുന്ന തരത്തിൽ പ്രവർത്തനങ്ങൾ നടന്നുവരികയാണ്. അതോടൊപ്പം സോളാർ വൈദ്യുത ഉൽപ്പാദന രംഗത്തും മികച്ച നേട്ടം കൈവരിക്കാൻ സിയാൽ ഒരുങ്ങിക്കഴിഞ്ഞു. KSEB പെട്ടെന്ന് എയർപോർട്ട് ഇതേപോലത്തെ ഒരു സ്ഥാപനങ്ങൾ പുതിയൊരു കാറ്റഗറിയിലേക്ക് ഉയർത്തുകയും അതിനുവേണ്ടി സ്പെഷ്യൽ ഒരു താരിഫ് നിശ്ചയിക്കുകയും ചെയ്തൊരു സാഹചര്യത്തിൽ വന്നൊരു ഏകദേശം ഇത് ഇരട്ടിയായി എന്നുള്ളതാണ് നമ്മളിതിൻ്റെ ഈ ഇലക്ട്രിസിറ്റി കോസ്റ്റ്. സോ ആ ടൈമിൽ കുര്യൻ സാറിൻ്റെ തന്നെ ഒരു ഇനീഷ്യേറ്റീവായിരുന്നു നമ്മളൊരു സ്വയം പര്യാപ്തത എന്നുള്ളത്. നിലവിൽ 13.1 മെഗാവാട്ട് സോളാർ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന സിയാൽ അടുത്ത മാസത്തോടെ 29.1 മെഗാവാട്ട് വൈദ്യുതി ഉൽപ്പാദിപ്പിച്ചു തുടങ്ങും. ഉദ്ഘാടനത്തിനൊരുങ്ങുന്ന 3ാം ഘട്ട അന്താരാഷ്ട്ര ടെർമിനലിന് ഉപയോഗിക്കാൻ കഴിയുന്ന തരത്തിൽ ഉൽപ്പാദനം ഉയർത്തുകയാണ് ലക്ഷ്യം. കനാൽ കേന്ദ്രീകരിച്ചും പുതിയ കാർ പാർക്കിംഗ് ഏരിയ കേന്ദ്രീകരിച്ചുമാണ് പുതിയ സോളാർ പാനലുകൾ സ്ഥാപിക്കുക. സോളാർ പാനൽ സ്ഥാപിക്കുന്നതിനുള്ള സ്ഥലപ്രതിസന്ധി ഇതിലൂടെ പരിഹരിക്കാനാവുമെന്നാണ് സിയാൽ പറയുന്നത്. JK അൻസാർ, മീഡിയ 1, കൊച്ചി.